ഹലോ മക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ഇൻ ദി അറ്റിക്. സോ ഈ ഒരു പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ജർമ്മൻ സോൾജർ. അദ്ദേഹത്തിന്റെ കഥാപാത്ര നിരൂപണമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതിനു മുമ്പ് നമ്മൾ നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ആൻഡ് വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ് എന്ന് പറയുന്ന പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായിട്ടുള്ള പെലായോ, എലിസന്ത, ഓൾഡ് മാൻ ഇവരുടെ 3 പേരുടെയും കഥാപാത്ര നിരൂപണത്തിന്റെ വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ വീഡിയോസ് കാണാത്ത കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോസ് കൂടി കാണുക. ഏകദേശം നമ്മുടെ SSLC എക്സാമിനേഷനിലെ 6 മാർക്കിനൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ് കഥാപാത്ര നിരൂപണം. അപ്പോൾ ഒരു കഥാപാത്ര നിരൂപണം എഴുതുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ട്. ഒരു കഥാപാത്ര നിരൂപണം എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അത് ആ ഒരു പാഠഭാഗത്തിലെ ആ ഒരു കഥാപാത്രം എന്ത് ഇമ്പോർട്ടൻസ് ആണ് നൽകുന്നത്, അല്ലെങ്കിൽ എന്ത് മെസ്സേജ് ആണ് നമുക്ക് നൽകുന്നത് എന്ന് നമ്മൾ പ്രധാനമായിട്ടും കഥാപാത്ര നിരൂപണത്തിൽ എഴുതിയിരിക്കണം. അതായത് ആ ഒരു കഥാപാത്രം സമൂഹത്തോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്, ആ ഒരു കഥാപാത്രം കൊണ്ട് സമൂഹത്തിന് നൽകുന്ന മെസ്സേജ് എന്താണ്, ആ ഒരു കഥാപാത്രം മറ്റ് കഥാപാത്രങ്ങളുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്, ആ ഒരു കഥാപാത്രത്തിന്റെ നല്ല വശങ്ങൾ എന്തൊക്കെയാണ്, ആ ഒരു കഥാപാത്രത്തിന്റെ മോശം വശങ്ങൾ എന്തൊക്കെയാണ്, ആ ഒരു കഥാപാത്രം തിരുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ ഒരു കഥാപാത്രത്തിന്റെ ഫിസിക്കൽ അപ്പിയറൻസ് എങ്ങനെയാണ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു കഥാപാത്ര നിരൂപണത്തിൽ എഴുതാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, സോ ആദ്യം തന്നെ നമ്മൾ ആ ഒരു കഥാപാത്രത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ ആദ്യത്തെ പാരഗ്രാഫിൽ ഒരു കഥാപാത്ര നിരൂപണം എഴുതുമ്പോൾ നിങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കഥാപാത്ര നിരൂപണത്തിലേക്ക് കടക്കാം. The German soldier in the story is a surprising character. He is part of the Nazi army that is cruel to Jewish people during World War II. നമ്മൾ ഈ ഒരു ജർമ്മൻ സോൾജർ എന്ന് പറയുന്നത് നാസി ആർമിയിലുള്ള ഒരു ആളായിരുന്നു. സോ ഈ ഒരു നാസി ആർമിയിലുള്ള ഈ ഒരു ജർമ്മൻ സോൾജർ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നാസി ആർമിയിലുള്ള ആൾക്കാർ എന്താണ് ചെയ്യുന്നത്, ജൂയിഷ് ആയിട്ടുള്ള ആൾക്കാരെ എന്ത് ചെയ്യാണ്, 2ാം ലോക മഹായുദ്ധത്തിന്റെ ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ വധിക്കുകയും അതേപോലെ തന്നെ ഒരുപാട് ക്രൂരതകളും കാണിക്കുകയാണ്. അതായത് ഈ ഒരു 2ാം ലോക മഹായുദ്ധത്തിന്റെ ആ ഒരു സമയത്ത് നാസി ആർമിക്കാർ എന്ത് ചെയ്യാണ്, ഈ ഒരു ജൂയിഷ് ആയിട്ടുള്ള ആൾക്കാരെ വധിക്കുകയും അവരോട് ഒരുപാട് ക്രൂരതകളൊക്കെ കാണിക്കുകയാണ്. അങ്ങനെയുള്ള ആ ഒരു നാസി ആർമിയിലുള്ള ഒരാളാണ് ഈ ഒരു ജർമ്മൻ സോൾജർ എന്ന് പറയുന്നത്. ബട്ട് വെൻ ഹി ഫൈൻഡ്സ് സ്പിൽമാൻ ഹൈഡിങ് ഇൻ എ ബ്രോക്കൺ ബിൽഡിംഗ്, എന്നാൽ നമ്മൾ ഈ ഒരു സ്പിൽമാനെ ആ ഒരു പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടത്തിനുള്ളിൽ കണ്ടപ്പോൾ ഹി ഡസൻ അറസ്റ്റ് ഓർ കിൽ ഹിം ലൈക്ക് അതർ സോൾജേഴ്സ് വുഡ് ഡു. ഈ ഒരു നമ്മളെ ജർമ്മൻ സോൾജർ സ്പിൽമാനെ വധിക്കാനോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാനോ ശ്രമിച്ചില്ല. അതെന്തുകൊണ്ടായിരിക്കാം? ഇൻസ്റ്റെഡ് ഹി ഡസ് സംതിങ് കൈൻഡ് ദാറ്റ് ഹി സീക്രറ്റ്ലി ബ്രിങ്സ് ഫുഡ് ലൈക്ക് ബ്രെഡ് ആൻഡ് ജാം ടു ഹെൽപ്പ് സ്പിൽമാൻ സർവൈവ്. പക്ഷേ എന്ത് ചെയ്യാണ്, നമ്മുടെ ഈ ഒരു ജർമ്മൻ സോൾജർ ഉണ്ടല്ലോ, അദ്ദേഹം നാസി ആർമിയിലുള്ള ഒരാളാണെന്ന് നമ്മൾ പറഞ്ഞു. അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് എന്താണ്, ഈ ഒരു ഇങ്ങനെയുള്ള ജൂയിഷ് ആയിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ, ഈ സ്പിൽമാനെ പോലെയുള്ള ആൾക്കാരെയൊക്കെ കാണുമ്പോൾ അവരെ വധിക്കുകയോ അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയൊക്കെയാണ് വേണ്ടത്. എന്നാൽ ഈ ഒരു ജർമ്മൻ സോൾജർ എന്താണ് ചെയ്തത്, അദ്ദേഹം സ്പിൽമാനെ ഒരു പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടത്തിനുള്ളിൽ ഒളിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഈ ഒരു സ്പിൽമാനെ ഈ ഒരു ജർമ്മൻ സോൾജർ അറസ്റ്റ് ചെയ്യാനോ വധിക്കാനോ ഒന്നും ശ്രമിച്ചില്ല. പകരം ഈ ഒരു ജർമ്മൻ സോൾജർ എന്ത് ചെയ്യുകയാണ്, സ്പിൽമാന്റെ അവശതയെ കണ്ട്, സ്പിൽമാന്റെ നിസ്സഹായതയെ മനസ്സിലാക്കിക്കൊണ്ട് സ്പിൽമാന് എന്ത് കൊടുക്കുകയാണ്, കഴിക്കാൻ വേണ്ടിയിട്ട് ബ്രെഡും ജാമും ഒക്കെ കൊടുക്കുകയാണ്. ദിസ് ഷോസ് ഹീസ് ഡിഫറെന്റ് ഫ്രം ദ ബാഡ് നാസീസ് വി യൂഷ്വലി സീ ഇൻ വാർ സ്റ്റോറീസ്. ഇതൊക്കെ എന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത്? അതായത് നമ്മൾ പൊതുവെ കഥകളിൽ കണ്ടിട്ടുള്ള നാസീസിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു ജർമ്മൻ സോൾജർ പെരുമാറുന്നത് എന്നുള്ളതാണ്. This soldier teaches us an important lesson about human nature. ഈ ഒരു സോൾജർ നമുക്ക് മനുഷ്യന്റെ നല്ല വശങ്ങളെ പറ്റിയിട്ട് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഈവൻ വെൻ എവറി വൺ അറൌണ്ട് ഹിം ഈസ് ബീങ് ക്രൂവൽ. അദ്ദേഹത്തിന്, ജർമ്മൻ സോൾജറിന് ചുറ്റിലുമുള്ള എല്ലാവരും ക്രൂരത കാട്ടിയപ്പോഴും ഹി ചൂസസ് ടു ബി കൈൻഡ്. ഈ ഒരു ജർമ്മൻ സോൾജർ കൈൻഡ് ആവാനാണ് ശ്രമിച്ചത്. എല്ലാവരോടും സഹായിക്കാൻ വേണ്ടിയിട്ടാണ്, എല്ലാവരോടും ഒരു സഹായാനുഭൂതിയോട് കൂടിയിട്ടാണ് ഈ ഒരു ജർമ്മൻ സോൾജർ പെരുമാറുന്നത്. ഹി റിസ്ക്സ് ഹിസ് ഓൺ സേഫ്റ്റി ടു ഹെൽപ്പ് സംവൺ ഹി ഷുഡ് കൺസിഡർ ആൻ എനിമി. അദ്ദേഹം എന്ത് ചെയ്യുകയാണ്, തൻ്റെ സ്വന്തം ശത്രുക്കളായി കാണേണ്ടവരെ പോലും അദ്ദേഹത്തിന്റെ ജീവൻ ആപത്തിൽപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം രക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്. അതായത് ഈ ജർമ്മൻ സോൾജർ എന്ത് ചെയ്യുകയാണ്, അദ്ദേഹം ശത്രുക്കളായിട്ട് കാണേണ്ട ആൾക്കാരെ പോലും സ്വന്തം ജോലിയെയും സ്വന്തം ജീവിതത്തെയൊക്കെ റിസ്ക് ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്, സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. ദി ഫുഡ് ഹി brings is not just food. It represents how
It represents hope and shows the goodness can exist even in terrible times. ദി ഫുഡ് ഹി ബ്രിങ്സ് ഈസ് നോട്ട് ജസ്റ്റ് ഫുഡ്. അദ്ദേഹം നൽകുന്ന ഭക്ഷണം വെറും ഭക്ഷണം മാത്രമല്ല, പകരം അതൊരു സഹായാനുഭൂതിയുടെയും അതേപോലെ തന്നെ കരുണയുടെയും ഒരു ഹോപ്പിൻ്റെയൊക്കെ ഒരു പ്രതീകമായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ഹിസ് ആക്ഷൻസ് പ്രൂവ് ദാറ്റ് സം പീപ്പിൾ റിഫ്യൂസ് ടു ഫോളോ ഹിറ്റ്ലേഴ്സ് എവിൽ ഓർഡേഴ്സ്. ഇതെന്താണ് തെളിയിക്കുന്നത്? എല്ലാവരും തെറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ എല്ലാവരും ഒരു കൂട്ടത്തോടെയുള്ള ആൾക്കാരിൽ പലരും തെറ്റ് ചെയ്യുമ്പോഴും അതിൽ ചില ആൾക്കാർ എന്തായിരിക്കാം, നല്ലത് ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കാം. അവർക്ക് ഈ തെറ്റുകളോടൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് തീരെ താല്പര്യം ഇല്ലാത്ത ആൾക്കാരായിരിക്കാം. ഹിറ്റ്ലറിൻ്റെ ഇതുപോലെയുള്ള ഒരുപാട് ഓർഡേഴ്സിൽ നിന്നൊക്കെ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മടിച്ചിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു ഈ ഒരു ജർമ്മൻ സോൾജർ എന്ന് പറയുന്നത്. ദി സോൾജർ ഈസ് ലൈക്ക് എ ലൈറ്റ് ഇൻ ദ ഡാർക്ക്നെസ് ഓഫ് വാർ. അതായത് ഈ ഒരു സോൾജർ എന്ന് പറയുന്നത് ഈ ഒരു യുദ്ധം കൊണ്ട് അവിടെ എല്ലായിടത്തും ഇരുണ്ട് മൂടി കിടക്കുകയാണ്. ആ ഒരു ഇരുട്ടിലേക്ക് വരുന്ന പ്രകാശമായിട്ടാണ് ഈ ഒരു സോൾജറിനെ നമ്മൾ കണക്കാക്കേണ്ടിയിരിക്കുന്നത്. അതായത് സ്പിൽമാൻ ആ ഒരു കെട്ടിടത്തിൽ നിസ്സഹായനായിട്ട് ഈ പുറത്ത് യുദ്ധത്തിന്റെ കാഹളം മുഴങ്ങുമ്പോഴും ഈ ഒരു സ്പിൽമാൻ അവിടെ നിസ്സഹായനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ ഒരു സമയത്താണ് ഈ ഒരു ജർമ്മൻ സോൾജർ ആ ഒരു കെട്ടിടത്തിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ ആ ഒരു കെട്ടിടത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ഈ ഒരു ജർമ്മൻ സോൾജർ എന്ത് ചെയ്യുകയാണ്? സ്പിൽമാന്റെ നിസ്സഹായ അവസ്ഥയെ കണ്ടതുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഭക്ഷണവും വെള്ളമൊക്കെ കൊടുക്കുകയാണ്. അപ്പം എന്താണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ആ ഒരു യുദ്ധത്തിന്റെ ഇരുട്ടിലേക്ക് വന്നെത്തിയ ഒരു വെളിച്ചമായിട്ടാണ് ഈ ഒരു ജർമ്മൻ സോൾജറിനെ നമ്മൾ കണക്കാക്കേണ്ടത്. He shows that in any group of people there are both good and bad individuals. He shows that in any group of people there are both good and bad individuals. അതായത് ഏതൊരു കൂട്ടത്തിലും നല്ല ആൾക്കാരും ഉണ്ടാകും, മോശം ആൾക്കാരുണ്ടാവും എന്നാണ് അദ്ദേഹം ഈ ഒരു ജർമ്മൻ സോൾജറിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. he wears a Nazi uniform, his heart remains good. അദ്ദേഹം ഒരു നാസി യൂണിഫോം ധരിച്ചിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ ഹൃദയം എന്ത് തന്നെയായിരുന്നു? നല്ല ഹൃദയമായിരുന്നു എന്നൊക്കെ നമുക്ക് വേണം പറയാം. അതായത് ഒന്നുമില്ല, ഈ നാസി യൂണിഫോമിൽ അല്ലെങ്കിൽ ഈ നാസി പട്ടാളക്കാർ എന്താണ് അവരുടെ ഒരു കർത്തവ്യം എന്ന് പറയുന്നത്? അവർക്ക് ഈ ജൂയിഷ് ആയിട്ടുള്ള ആൾക്കാരെ വധിക്കുക അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ചെയ്യേണ്ട ഒരു യൂണിഫോം ഇട്ടിട്ടുള്ള ഈ ഒരു സോൾജർ എന്താണ് പകരം ചെയ്യുന്നത്? എല്ലാവരോടും കരുണയോട് കൂടിയിട്ടാണ് പെരുമാറുന്നത്. അദ്ദേഹത്തിന്റെ ഹൃദയം എപ്പോഴും, മനസ്സെപ്പോഴും നല്ലതായിരുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദി റൈറ്റർ ഇൻക്ലൂഡ്സ് ദിസ് ക്യാരക്ടർ ടു ടെൽ us that war cannot destroy all human kindness. അതായത് നമ്മുടെ ഈ ഒരു എഴുത്തുകാരൻ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതൊരു മെമ്മോയർ ആണെന്ന് നമ്മൾ പറഞ്ഞു, എന്നാലും അങ്ങനെ സൂചിപ്പിക്കുകയാണ് എഴുത്തുകാരനെന്ന്. ഓക്കെ, അപ്പം ഈ ഒരു എഴുത്തുകാരൻ എന്താണ് പറയുന്നത്? എന്താണ് ഈ ഒരു കഥാപാത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? അതായത് ഈ ഒരു യുദ്ധം എന്ന് പറയുമ്പോഴും ഈ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരെയും പ്രേരിപ്പിക്കുമ്പോഴും അതിലും മനുഷ്യനെ തിരിച്ചറിയാൻ വേണ്ടി പറ്റുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു യുദ്ധം ചെയ്യുമ്പോൾ അതിൽ നല്ലവരായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവരൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് പോലും അറിയാതെ മരിച്ചു വീഴുകയാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളെ പറ്റിയിട്ട് ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. Even when most people become cruel, some still remember how to be human. അവിടെ മെജോറിറ്റി ആയിട്ടുള്ള നാസി പട്ടാളക്കാരും മറ്റുള്ളവരോട് ഇങ്ങനെ ക്രൂരതകൾ കാണിക്കുമ്പോഴും ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യുകയാണ്? മനുഷ്യരായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അതിനൊരു എക്സാമ്പിളാണ് ജർമ്മൻ സോൾജർ എന്ന് പറയുന്നത്. സോ ഇതാണ് ഈ ഒരു കഥാപാത്ര നിരൂപണം എന്ന് പറയുന്നത്. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പെട്ടെന്ന് ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കഥാപാത്ര നിരൂപണം എന്താണെന്നും ജർമ്മൻ സോൾജറിന്റെ കഥാപാത്ര നിരൂപണം ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എഴുതണമെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പറഞ്ഞു തന്ന ഒരു വീഡിയോ ആണിത്. മനസ്സിലാവാത്ത കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് വീണ്ടും ഒരു വീഡിയോ കൂടി ചെയ്യാം, കൃത്യമായിട്ട് സാവധാനം പറഞ്ഞു തരുന്ന വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, സോ സീ യു സൂൺ ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.